എന്താ മരത്തിൽ നോക്കി നിൽക്കുന്ന എല്ലാരും കൂടെ? നല്ല രസമുണ്ടല്ലേ അച്ഛാ? ഒന്ന് നോക്കിയേ, നല്ല രസമാണത്. നമുക്ക് പോയാലോ? എവിടെ പോവാ? അച്ഛാ എന്റെ കുറെ നാളത്തെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന. ഞങ്ങൾ അങ്ങനെ കോർക്കിലുള്ള ബ്ലാർണി കാസിൽ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. ഇവിടെ ഉണ്ടല്ലോ ഓട്ടം സീസണിൽ കാണാനായിട്ട് ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടിക്കറ്റ് പ്രിന്റ് ചെയ്ത് തന്നു. ഇവിടുത്തെ മാപ്പും ടൂർ ഗൈഡും ഒക്കെയാണ്. കയറി വന്നിടത്ത് തന്നെ കുറെ പംകിൻസ് ഒക്കെ വെച്ചിട്ട് ഹലോവിൻ ഡെക്കറേഷൻസ് ആണ്. ഓ, എന്റെ തലയ്ക്ക് മുകളിൽ ഒരു ചെറുത്താൻ കിടക്കുന്നു. മേലിയ പറയുന്നത് ഇവിടെ ഞങ്ങൾ ചെറിയൊരു ലേക്ക് അല്ലേ അച്ഛാ? അത് ഇവിടെ പണ്ട് താമസിച്ചിരുന്ന ആൾക്കാരുടെ സ്വിമ്മിംഗ് പൂളാണ്. ഇത് ഇവിടുത്തെ പോയിസൺ ഗാർഡൻ. ഒരു വലിയൊരു മരമുണ്ട്, ചുറ്റും കുറെ ചെടികളുണ്ട്. ഇതെല്ലാം ഭയങ്കര ഹൈലി ടോക്സിക് ആയിട്ടുള്ള ചെടികളാണ്. ഇത് ഓപ്പിയം പോപ്പി. ഇതിന്റെ അകത്തു നിന്നാണ് മരുന്നൊക്കെ ഉണ്ടാക്കുന്നത്. ആണ്, ഒരു ദിവസം ഫുൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. എക്സ്പ്ലോറേഴ്സ് ആണ് ഞങ്ങളെന്നും പറഞ്ഞുകൊണ്ട് ഇതേ പോകുന്നു. വി ആർ എക്സ്പ്ലോറേഴ്സ്. ഭയങ്കര ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ളൊരു ട്രീ ആണിത്. ഇതുണ്ടോ രണ്ട് സൈഡിലേക്കും വളഞ്ഞ് അതിൻ്റെ നടുക്കുന്ന ബ്രാഞ്ചസ് പോയിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട്. ഈ ട്രീയുടെ ഷേപ്പ് ശരിക്കും നാച്ചുറൽ ആയിട്ടുണ്ടായതാണ്. ആണോ? എനിക്ക് തോന്നുന്നത് അതെല്ലാം ഈ ഓട്ടം സീസണിൽ യെല്ലോ കളർ ആയതായിരിക്കും. പക്ഷെ നല്ല രസം അത് കാണാനായിട്ട്. എന്റെ ലിറ്റിൽ എക്സ്പ്ലോറേഴ്സ് ഐസ് ഹൗസ് കാണാൻ പോവാണ്. അതിന്റെ അകത്ത് പോകരുത് കേട്ടോ, പിന്നെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം അവർക്ക്, അല്ലാതെ എന്തിനാലും പോകുന്നതിനെക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെയൊക്കെ വരുന്നതാണ്. എൻജോയ് ചെയ്യും അവര്. വൈൽഡ് സ്ട്രോബെറീസ് ആണ് പൊന്നു. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആ കാണാൻ കേട്ടോ. എന്ത് രസമുണ്ടല്ലേ? കഴിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയത്തില്ല. വേണ്ട, ഇതൊക്കെയോ എത്തി നോക്കി വായിച്ചു നോക്കി വരുന്നുണ്ട് എക്സ്പ്ലോറേഴ്സ്. നേരത്തെ കണ്ട മരം ഇത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ട്രീ. പഴുത്ത ഇലകൾ മാത്രമുള്ള ഒരു തെരുവീതിയിലേക്കാണ് ഞാൻ പോകാൻ ആഗ്രഹിച്ചത്. പക്ഷെ അത് ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചില്ല. ഇല എല്ലാം കൂടെ കളർ ചേഞ്ച് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേര് പോലെയാണ് ഇരിക്കുന്നത്. എന്നാൽ നല്ല രസമാണ് കേട്ടോ. ഈ മുന്നിൽ കാണുന്നതാണ് ബ്ലാർണി ഹൗസ്. ഇത് ഇവരുടെ പ്രൈവറ്റ് റെസിഡൻസി ആണ്. അതുകൊണ്ട് നമുക്ക് അതിന്റെ അകത്തേക്ക് എൻട്രി ഇല്ല. മഴ പെയ്യുന്നു. ഡിസ്നി മൂവീസിലൊക്കെ കാണുന്ന പോലെ ശരിക്കും ഉണങ്ങി നിൽക്കുന്ന വെച്ചാ, ഉണങ്ങി പൊഴിയാൻ തുടങ്ങി അല്ലേ? മുന്നോട്ടൊക്കെ നോക്കിയാ. പക്ഷെ എന്ത് ഭംഗിയല്ലേ, നല്ല രസമാണ്. അത് വെയിലടിക്കുമ്പോഴത്തേനും ഒരു ഫ്ലെയിം റെഡ് കളറിലാണ് ഇരിക്കുന്നത്. നല്ല രസമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ പെർഫെക്റ്റ് ഫോട്ടോഗ്രാഫിക് പ്ലേസ്. ഇവിടെ വന്നിട്ട് രണ്ട് സൈഡിലും ഇലകളെല്ലാം ഇങ്ങനെ പഴുത്ത് നിൽക്കുമ്പം അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കണമെന്നായിരുന്നു. അതേ മുകളിൽ കണ്ടോ ഒരു ചെറിയ മല പോലെ, അതൊരു ബാക്ക് ഡ്രോപ്പൊക്കെ ഇട്ട പോലെ. അതിൻ്റെ മുകളിൽ കുറച്ച് മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചു. ക്ഷീണം വന്ന് കഴിഞ്ഞപ്പോൾ നിർത്തി മുഖമൊക്കെ ഒന്ന് കഴുകി ഉഷാറായി. കുഴപ്പമില്ല. ഇനിയിപ്പോൾ എൻ്റെ ഗേൾസ് ഇതേ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. ബ്ലാർണി കാസിൽ പരിപാടി കഴിഞ്ഞു അല്ലേ? ആണ്. ഇനിയിപ്പോൾ അരമണിക്കൂറും കൂടെ ഉള്ളൂ നമ്മൾ അധികം താമസിക്കാതെ.